ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിരാശയുടെയും അതിജീവനത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും അതിഭീകര ചിത്രീകരണത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു സൗത്ത് കൊറിയൻ സർവൈവൽ ത്രില്ലർ വെബ് സീരീസ് സ്ക്വിഡ് ഗെയിം. 456 കളിക്കാർ ഉൾപ്പെടുന്ന ഒരു മിസ്റ്ററി ഗെയിം. എല്ലാവരും കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്നവർ. അവർക്ക് 45.6 ബില്യൺ കൊറിയൻ വോൺ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മത്സരത്തിലേക്ക് ക്ഷണം വരുന്നു. ഇതാണ് കഥാപശ്ചാത്തലം. 1970കളിലെയും 1980കളിലെയും കൊറിയൻ കുട്ടികൾ കളിച്ചിരുന്ന ഒജിൻഗോ അഥവാ സ്ക്വിഡ് എന്ന ഗെയിമിൽ നിന്നുമാണ് ഈ വെബ് സീരീസിന് പേര് ലഭിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഗ്ലോബൽ സെൻസേഷൻ ആകുന്നതിന് മുൻപ് മനുഷ്യജീവനുകളെ വേട്ടയാടിയ ഒരു ഇരുണ്ട കഥ ഇതിൽ പ്രചോദനമായതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദ ബ്രദേഴ്സ് ഹോം മിസ്റ്ററി. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഒരു തണുത്ത അധ്യായം. ദ ബ്രദേഴ്സ് ഹോം എന്ന ദുരന്ത കഥ. അവിടെ നടന്ന അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും തുറന്നു കാട്ടിയ ഒരു വെബ് സീരീസാണ് സ്ക്വിഡ് ഗെയിം. 1980കളിൽ ദക്ഷിണ കൊറിയയിലെ ബൂസാനിൽ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ദ ബ്രദേഴ്സ് ഹോം. തുടക്കത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർക്കും ഭവനരഹിതർക്കും അഭയം നൽകാനായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും അതിന്റെ കൂറ്റൻ മതിലുകൾക്ക് പിന്നിൽ ഒരു ഭീകര ഭവനമായി അത് മാറി. വികലാംഗരെയും കുട്ടികളെയും പ്രായമായവരെയും ഉൾപ്പെടെ 4000-ലധികം ആളുകൾ. അതിൽ പലരെയും അവരുടെ ഇഷ്ടത്തിനെതിരായി കസ്റ്റഡിയിലെടുത്ത് താമസിപ്പിച്ചിരുന്ന ഒരു സ്ഥലം. ഇവരെ തെരുവുകളിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെന്ന് ആരോപിച്ച് പുനരധിവാസം എന്ന വ്യാജേന ആ സ്ഥലത്ത് താമസിപ്പിച്ചു. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിറ്റുപോലും മനുഷ്യത്വമില്ലാതെയാണ് അവരോട് പെരുമാറിയിരുന്നത്. ബ്രദേഴ്സ് ഹോമിന്റെ ഉടമസ്ഥനായ ലീ ജിയോൺ സിയോപ്പിന് വേണ്ടി അവരെ കഠിനമായ ജോലികൾ ചെയ്യാൻ നിർബന്ധിച്ചു അത്രേ. ഇത് തുടരാൻ അധികാരികളും ഒപ്പം നിന്നു. വർഷങ്ങളായി അവിടെ അകപ്പെട്ടു പോയ അന്തേവാസികൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഭയത്തോടെ അവിടെ ജീവിച്ചു. ബ്രദേഴ്സ് ഹോമിൽ 500-ലധികം ജീവനുകളാണ് നഷ്ടപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ അഴിമതികളെല്ലാം പതിറ്റാണ്ടുകളോളം മറഞ്ഞിരുന്നു. 2010 കാലങ്ങളിലാണ് അതിജീവിച്ചവരുടെ സാക്ഷ്യങ്ങളിലൂടെ ഈ ഇരുണ്ട ഭൂതകാലം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. സ്ക്വിഡ് ഗെയിമിന്റെ ഡയറക്ടർ ഹ്വാങ് ഡോങ് ഹ്യൂ ഈ കാലഘട്ടത്തിലാണ് ജനിച്ചത്. 1980കളിലെ ദക്ഷിണ കൊറിയയിലെ സാമ്പത്തിക പോരാട്ടങ്ങൾ അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. ഈ വെബ് സീരീസിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചൂഷണവും നിരാശയും ത്യാഗങ്ങളും ദ ബ്രദേഴ്സ് ഹോം എന്ന സ്ഥലത്ത് സംഭവിച്ച യഥാർത്ഥ കഷ്ടപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ ദുർബലരെ ലാഭത്തിനു വേണ്ടി ബലിയർപ്പിച്ച കഥ. സ്ക്വിഡ് ഗെയിമിന്റെ സെൻട്രൽ തീമായി അദ്ദേഹം ഉപയോഗിച്ചതും അതുതന്നെയാണ്.